അഴീക്കോട് സാറിനൊരു ആമുഖത്തിനൊന്നും ആവശ്യമില്ല. കാരണം അഴീക്കോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പല ദിവസവും, ചിലപ്പം ദിവസത്തിൽ പല തവണയും നമ്മൾ ഓർത്തു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുവാൻ അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയാൻ ആരെങ്കിലും ധീരന്മാരുണ്ടോ? ആരുമില്ലല്ലോ എന്ന് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഇന്നത്തെ പത്രം എടുത്തു നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളില്ല, ഉപകരണങ്ങളില്ല, മരുന്നില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ ഒരു ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാദപ്രതിവാദം ഉന്നയിക്കുകയല്ലാതെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നതിന് ഇതിന് പരിഹാരമൊന്നും പറയാത്തപ്പോൾ സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെയല്ല പ്രതികരിക്കുക. ഇപ്പം നമ്മുടെ പ്രതികരണങ്ങളൊക്കെ കുറഞ്ഞു പോകുന്ന അവസരത്തിൽ ആരെങ്കിലും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്ന് പറയാനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സാധാരണ മനുഷ്യർ അവരുടെ ശബ്ദമായി പറയാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ നാശിച്ചു പോകുന്നു. അപ്പോൾ അഴീക്കോട് സാറിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. ഇപ്പം നമ്മളൊന്നും ആരും മിണ്ടുന്നില്ല. ഇനി മിണ്ടിയാൽ തന്നെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോവുകയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് ചെയ്യാം? കാരണം അടിച്ചങ്ങ് പരത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഓരോ ചെളി വാരി എറിഞ്ഞുകൊണ്ട് ഒരാശയത്തെ ദുർബലമാക്കാനോ അതിനെ വേറെ തരത്തിൽ തിരിച്ചുവിടാനോ പറ്റുന്നൊരു കാലത്ത് സാഗരഗർജനമായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ഈ 13 വർഷം അദ്ദേഹം കടന്നു പോയിട്ടായിട്ട് നമ്മൾ എന്നും ഓർക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ ഒരാളല്ലേ. പിന്നിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഇത് യുദ്ധത്തിനുള്ള സമാധാനങ്ങൾ. ആദ്യം യുദ്ധം, പിന്നെ സമാധാനം എന്നാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ഗതി. ആദ്യം യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്തിട്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അപ്പോൾ യുദ്ധത്തിൻ്റെ ചില സമാധാനം, അത് യുദ്ധം ഉണ്ടാക്കുന്ന വഴികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ലോകം ചിന്തിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരില്ലാതെ പോകുന്നുള്ളതാണ് നമുക്ക് വല്ലാതെ സങ്കടം തോന്നുന്ന കാര്യങ്ങൾ. പിന്നെ AI കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണമൊക്കെ എങ്ങനെയാകും? പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പലതരത്തിൽ പ്രതികരിച്ച് പല ഫോറത്തിൽ കൂടെ പല മീഡിയയിൽ കൂടെ പ്രതികരിച്ച് ആ യഥാർത്ഥ സംഭവം സത്യത്തിൽ ഇന്ന് ആൾക്കാരൊക്കെ വിസ്മരിക്കുകയാണ്. അഴീക്കോട് സാർ പലപ്പോഴും പറയാറുണ്ട്, ബൈബിളിലെ ഒരു വാക്ക് അദ്ദേഹം കോട്ട് ചെയ്യാറുണ്ട്, ഏറ്റവും ചെറിയവന് ഒരു 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 സംഭവം ഉണ്ടാകും, ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ഒരു പദ്ധതി നടപ്പാക്കും ഏറ്റവും ചെറിയവന് ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ചെറിയവനല്ല വലിയവനെ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടുവന്ന കാലത്ത് ചെറിയവരൊന്നും ഇല്ലാത്ത അവരൊക്കെ അപ്രസക്തമാകുന്നൊരു കാലത്താണ് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും മലയാളിയുടെ ധിഷണയെ ഭാവനയെ ഉണർത്തിയ അഴീക്കോട് സാർ എങ്ങനെ ഇങ്ങനെ പരുവപ്പെട്ടു എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ രീതിയിലുള്ളൊരു ജീവിതം അദ്ദേഹം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. കാരണം ഗാന്ധിജിയെ സേവാഗ്രാമിൽ വെച്ച് കാണുന്നു, തിരിച്ച് നാട്ടിൽ വന്നിട്ട് ആത്മവിദ്യാ സംഘവും വാഗ്ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെടുന്നു. അതിനുശേഷം അധ്യാപകനായി, ഗാന്ധിയനായി, ദേശീയവാദിയായി, സാഹിത്യം, തത്വചിന്ത എല്ലാ മേഖലകളിലും വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ബോധത്തെ പരുവപ്പെടുത്താൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് സാമൂഹ്യ വിമർശകനായിരുന്നു. അപ്പോൾ വിമർശനത്തിനൊപ്പം നർമ്മബോധവും കൂടെ ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ നമ്മളെ മുറിച്ച് കഷ്ണമാക്കി കളയും എതിരാളിയൊക്കെ. അത് ഏറ്റവും ആൾക്കാർ ആസ്വദിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ രീതിയാണ്. ആൾക്കാരെയും കേൾവിക്കാരെയും കയ്യിലെടുക്കാനുള്ള ഒരു അസാമാന്യ ശക്തി. ഞാൻ ഒരിക്കൽ ഓർക്കുകയാണ്, ഇവിടെ ഒരു പരിപാടി മുതലക്കുളം സംഘടിപ്പിച്ചു. ഇപ്പം ഞങ്ങൾ പത്രപ്രവർത്തകരെല്ലാം അവിടെ എത്തി. മുതലക്കുളത്ത് അന്നേരം വലിയ മഴ പെയ്തിട്ട് ആ പരിപാടി പെട്ടെന്ന് SN ഹാളിലേക്ക് മാറ്റി. SN ഹാൾ ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. SN ഹാളിൽ വളരെ ഇടുങ്ങിയൊരു സ്ഥലമാണ്. പെട്ടെന്ന് ആ പരിപാടിക്കൊരു സുഖമില്ലാതായി, എല്ലാം ഇടുങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ അഴീക്കോട് സാറ് പ്രസംഗം തുടങ്ങിയാണ്. അഴീക്കോട് സാറ് പറഞ്ഞിങ്ങനെ, ഇന്ന് ഈ പരിപാടി നടക്കേണ്ടത്, തുടങ്ങുന്നത് വളരെ മെല്ലെയാണല്ലോ, മെല്ലെ ശബ്ദത്തിൽ പറഞ്ഞു, ഇത് മുതലക്കുളത്തായിരുന്നു നടത്തേണ്ടത്. അപ്പോൾ മുതലക്കുളത്ത് നിന്നുള്ള പരിപാടി ഇപ്പം നമ്മൾ മഴ പെയ്തപ്പോൾ അത് SN ഹാളിലേക്ക്, ഇങ്ങനെ ശ്രീനാരായണ ഹാളിലേക്ക് മാറ്റി. ഈ കുളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ഒരു കുളത്തെക്കുറിച്ചാണ് ഓർക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ജനങ്ങളൊക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം അന്നേരം മുഖ്യമന്ത്രി കരുണാകരൻ എന്താ ചികിത്സയുടെ ഭാഗമായിട്ടൊരു കുളത്തിലിങ്ങനെ ഒരു നീന്തൽക്കുളമൊക്കെ ഉണ്ടാക്കിയ കാലമാണ്. വളരെ നിർജ്ജീവമായ ഒരു സദസ്സിന് ആ കുളത്തിൻ്റെ പ്രയോഗം കൊണ്ട് ആൾക്കാരെ അയാൾ കയ്യിലെടുത്ത് പെട്ടെന്ന് ആ ചർച്ച ആൾക്കാർ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വിഷമങ്ങളൊന്നും മറന്നുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ആ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള അസാമാന്യ കഴിവാണ്. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഒരു വിഭവസമൃദ്ധമായ സദ്യ പോലെ നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കുകയും നമ്മുടെ മനസ്സിനെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അഴീക്കോട് സാറിന് അത്രയും തലപ്പൊക്കമുള്ള ആൾക്കാർ ഇന്ന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. അഴീക്കോടിന് ശേഷം
അതുപോലെ നമുക്കറിയാം ഈ 13 കൊല്ലം അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടിയില്ല. അഴീക്കോട് സാറിൻ്റെ ഓർമ്മകൾ നമ്മളെ ജ്വലിപ്പിച്ച് നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി സർഗപരവും വിമർശനപരവും കുറച്ച് സുന്ദരവുമാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇത് കേൾക്കാനെത്തിയ എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.